എറണാകുളത്ത് കഴുത്തിന് മുറിവേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച 6 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. അങ്കമാലിയിലാണ് സംഭവം. കറുകുറ്റി ചീനി സ്വദേശികളായ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം സാറയാണ് മരിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നു. ഉമേഷ്, ഈ കുഞ്ഞിന്റെ കഴുത്തിലെ മുറിവ് വലിയ മാരകമായ മുറിവായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്? പോലീസ് അന്വേഷണം ആരംഭിച്ചോ? സിജു, ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇതിൽ വലിയ ദുരൂഹതയുണ്ട്, പല സംശയങ്ങളും പോലീസിനുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കമാലിക്കടുത്ത് കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത്, കറുകുറ്റി ചീനി എന്ന് പറയുന്ന സ്ഥലത്തെ ദമ്പതികൾ, അവര് ആന്റണി റൂത്ത് എന്ന് പറയുന്ന ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ഡെൽന മറിയം സാറ, ഈ കുഞ്ഞിന് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്കമാലി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ പിതാവിനെയും അപ്പൂപ്പനെയും നിലവിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ച് ഈ കുഞ്ഞിന്റെ അമ്മൂമ്മയുടെ കൂടെയാണ് കുറച്ചു സമയം കിടത്തി കുഞ്ഞിന്റെ അമ്മ അടുക്കളയിൽ ജോലിക്ക് പോയ സമയമായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് രക്തം ഒലിക്കുന്നതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം അമ്മൂമ്മയെയും അവശ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പരിസരവാസികളടക്കം പറയുന്നത്. അതുകൊണ്ട് ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വലിയ ദുരൂഹതയുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതക സാധ്യതയും പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അടക്കം പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് വിചാരിക്കുന്നത്. ഒപ്പം ഈ പറയുന്ന അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ അച്ഛനെയും അപ്പൂപ്പനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുമുണ്ട്.